ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി എന്ത് സംഭവിക്കണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മളോട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുറന്ന വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഇത് കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇനി എന്ത് സംഭവിക്കണം എന്നാണ്, എന്ത് മാറ്റങ്ങൾ വരണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് എന്നൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റങ്ങൾ വരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇനി എന്ത് മാറ്റങ്ങൾ സംഭവിക്കണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്, ആ ഒരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്ത് മാറ്റങ്ങൾ, ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് സംഭവിക്കണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്, ആ ഒരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്ത് സംഭവിക്കണം എന്ന്, ഇനി എങ്ങോട്ടേക്കാണ് ഈ റിലേഷൻഷിപ്പ് പോകേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ റിലേഷൻഷിപ്പിൽ ഇനി വരേണ്ടത്, എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടോ, എന്താണ് അവരുടെ ഇപ്പോഴത്തെ ഒരു ഫീലിങ്സ്, നിങ്ങൾ രണ്ടുപേരുടെയും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇനി ഫ്യൂച്ചറിൽ എന്ത് നടക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്, അതാണ് നമ്മളോട് നോക്കുന്നത്. ഓക്കെ, ദ മൂൺ കാർഡാണ് നമുക്ക് മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എല്ലാം കൊണ്ടും ചിലപ്പോൾ ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതുപോലെ തന്നെ വിചാരിച്ച കാര്യങ്ങൾ നടത്തിയെടുക്കണമെന്ന് വാശിയുള്ള ഒരാളായിട്ടാണ് നമുക്ക് അവരെ കാണാൻ പറ്റുന്നത്. അത് മാത്രമല്ല, ഈ ഒരു വ്യക്തിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവര് മറ്റുള്ളവരോട് സംസാരിക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ കയ്യിലെടുക്കാൻ സാധിക്കും എന്നതാണ്. അവർ പറയുന്ന കാര്യങ്ങളെല്ലാം അങ്ങ് വിശ്വസിച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് അത്രയ്ക്കും ജെന്യുവനായിട്ടാണ് അവർ സംസാരിക്കുന്നത്. അപ്പം അത്രയധികം ആളുകളെ സംസാരിച്ച് വീഴ്ത്താനായിട്ട് കഴിവുള്ള ഒരു വ്യക്തിയാണ്. അതായത് വാക്കുകളിൽ അതിൻ്റെതായിട്ടുള്ള ഒരു പവർ കൊണ്ടുവരാനായിട്ട് ഇവർക്ക് കഴിവുണ്ട്. ആ വ്യക്തിക്ക് ഇതൊരു പ്രത്യേകതരം കഴിവാണ്. ആക്ച്വലി ഇവരൊരു ലോങ് ടേം റിലേഷൻഷിപ്പിൽ ഒന്നും പോയി പെടാത്ത ഒരു വ്യക്തിയായിരിക്കാം. ഈവൻ ഇവർക്ക് ഇതിനു മുൻപ് പല റിലേഷനും ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെ റിലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും ദീർഘനാൾ പോയിട്ടുണ്ടാവില്ല. ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ട് അതൊക്കെ കളഞ്ഞ് അവർ പോന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കും ഈ ഒരു വ്യക്തി കുറച്ചുകൂടി ഒന്ന് സ്ട്രോങ് ആയിട്ട്, അല്ലെങ്കിൽ കുറച്ചധികം നാൾ നിന്നിട്ടുണ്ടാവുക എന്നാണ് കാണുന്നത്. ഒരു പക്ഷേ ഈ ഒരു വ്യക്തിയുടെ അത്രയും ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആ ഒരു പാഷനും എനർജിയും ഒക്കെ കണ്ടിട്ടായിരിക്കാം നിങ്ങൾ പോലും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അത്രയും സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ടാവുക. നിങ്ങൾക്ക് ആദ്യം ഒന്നും ഒരു താല്പര്യം ഉണ്ടായിട്ടുണ്ടാവില്ല. അവരുടെ ഒരു പാഷനും അതുപോലെ നിങ്ങളോടുള്ള കെയറിങ്ങും സപ്പോർട്ടീവും ഒക്കെ കണ്ടിട്ടായിരിക്കാം നിങ്ങൾ ഇതിൽ നിന്നിട്ടുണ്ടാവുക. അതുപോലെ നിങ്ങളുടെ റിലേഷൻ കളറാക്കാനായിട്ട്, കൂടുതൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ആക്കാനായിട്ട് കൂടുതൽ എഫേർട്ട് ഇട്ട് മുന്നോട്ട് നിന്നിട്ടുള്ളതും ഇവരായിരിക്കാം. അപ്പൊ ഈ ഒരു വ്യക്തി നിങ്ങളെ കാണുന്നത് വളരെയധികം ഒരു കേപ്പബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളായിരിക്കാം ചിലപ്പോൾ ഫൈനാൻഷ്യലി മുന്നോട്ട് നിൽക്കുന്നത്. എങ്ങനെയാണെങ്കിലും ഇവിടെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് അവർ നിങ്ങളെ കാണുന്നത്. ഇപ്പൊ ജോബിന്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾ അത്രയും ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ തന്നെയായിരിക്കാം. ഒരിക്കലും നിങ്ങളൊരു ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിക്കുന്ന ഒരു വ്യക്തിയോ പിന്തിരിഞ്ഞു പോകാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയോ അല്ല എന്നാണ് കാണുന്നത്. അപ്പം അത് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ട്. 100% ഒരു വർക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത്രയും 100% എഫേർട്ട് ഇട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. നിങ്ങൾ ഇങ്ങനെയൊക്കെ ആണെന്ന് നിങ്ങളുടെ ഈ ഒരു പേഴ്സണ് നല്ല രീതിയിൽ അറിയുകയും ചെയ്യാം, നിങ്ങളുടെ ക്യാരക്ടർ ഇത്തരത്തിലാണെന്നുള്ളത്. അപ്പൊ ആരംഭത്തിൽ ഇവർക്ക് ഈ റിലേഷൻഷിപ്പിൽ നല്ലൊരു ചൂടുണ്ടായിരുന്നു, നല്ല രീതിയിൽ ഇവർ പാഷനേറ്റ് ആയിരുന്നു, ഡെഡിക്കേറ്റ് ആയിരുന്നു, വളരെ കെയറിങ്ങും സപ്പോർട്ടീവും ഒക്കെ ആയിരുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ പിന്നീട് ആ ഒരു ചൂട് തണുപ്പായി മാറി. പിന്നീട് പോകെ ആ അഫെക്ഷൻ ഇങ്ങനെ കുറഞ്ഞു വന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്.
ഈ ഒരു വ്യക്തിയിൽ നിന്ന് ആദ്യ സമയത്ത് കിട്ടിയിരുന്ന ഒരു സ്നേഹം കിട്ടാതെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് വളരെയധികം സഫർ ചെയ്യുകയും അവർക്ക് എല്ലാ കാര്യങ്ങളും വിട്ടുകൊടുക്കുകയും സാമ്പത്തികപരമായ കാര്യങ്ങളിലെല്ലാം അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കും. നമ്മളെല്ലാം കൊടുക്കും, നമ്മുടെ ഒരു ഫീലിങ്സ് വരെ നമ്മൾ വിട്ടുകൊടുക്കും അവർക്ക്. അപ്പൊ അങ്ങനെ വിട്ടുകൊടുത്തത് കൊണ്ട് നിങ്ങൾ ഒത്തിരി സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പിൽ എന്ന് കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ വിട്ടുകൊടുത്ത് നിങ്ങൾ കൊടുക്കും തോറും അങ്ങനെ കൊടുത്തുകൊണ്ട് ഇവരിലേക്ക് അടുക്കാനായിട്ട് ശ്രമിക്കും തോറും അവരിങ്ങനെ അകന്നകന്ന് പോകുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പം ഇവിടെ ഇവരുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്തെങ്കിലും ഒരു കാര്യം ഇവർക്ക് ഇഷ്ടപ്പെട്ടു, അത് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് ലഭിക്കാനായിട്ട് അവർ ഒരു 100% എഫേർട്ട് ഇട്ട് നല്ല രീതിയിൽ പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അവർക്കും കൂടി ആ ഒരു സ്നേഹം തോന്നണം, അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം തോന്നണം, ഇതെനിക്ക് വേണം എന്നുള്ള. റിലേഷൻഷിപ്പ് ആയാലും എന്ത് കാര്യമാണെങ്കിലും അവർക്കത് ആ ഒരു അട്രാക്ഷൻ തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അവരെ നേടാൻ വേണ്ടിയിട്ട് 100% കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. പിന്നെ ഇവരുടെ ഒരു ക്യാരക്ടർ വളരെയധികം ഒരു ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവര് പതിയെ വലിഞ്ഞു മാറി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഇനി ഒരു ക്വസ്റ്റ്യനൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതെന്താണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കാനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടില്ല. അവർ പെട്ടെന്ന് പ്രൊവോക്കായിട്ട് അവര് ശബ്ദം ഉയർത്തി സംസാരിക്കാനും ഒരു പല പല രീതികളിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാനൊക്കെ ഇത് കാരണമാവും. അപ്പൊ അതൊരു പ്രാക്ടിക്കലായ കാര്യമല്ല, കാരണം ഇവരൊരു ഷോർട്ട് ടെമ്പേർഡ് ആയ വ്യക്തി ആയതുകൊണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ റിലേഷൻഷിപ്പ് അവരായിട്ട് നിങ്ങളെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ഒരു വ്യക്തിയെ വിളിച്ചു കൊണ്ടുവന്ന് ഇലയ്ക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ചോറില്ല എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് പറ്റിയിട്ടുള്ളത്. അപ്പം ഭയങ്കരമായൊരു ട്രോമ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും ആ ഒരു സമയത്തൊക്കെ. അത്രയേറെ ഇവരുടെ പ്രവൃത്തികൾ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും എന്നാണ് കാണുന്നത്. ആദ്യം ഒരു സ്നേഹം നൽകുകയും പിന്നീട് അതൊട്ടും ഇല്ലാതിരിക്കുന്നതുമായ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവുക. നമുക്ക് ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ പോലും പറ്റാത്ത അവസ്ഥകൾ നിങ്ങളുടെ ലൈഫിലുണ്ടാകും. അത്ര ട്രോമയിൽ ആയിരുന്നിരിക്കാം നിങ്ങൾ. ഇപ്പോൾ നിങ്ങളൊരു ജെന്യൂനാണ്, എല്ലാ കാര്യത്തിലും 100% ഇടുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു റിലേഷൻഷിപ്പിലും നിങ്ങൾ ഒരു 100% ജെന്യൂനാണ് എന്ന് അവർക്ക് അറിയാമെങ്കിൽ പോലും പലപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തി അവർ സംസാരിച്ചിട്ടുണ്ടാകാം, ദേഷ്യപ്പെട്ടിട്ട് വായി തോന്നുന്നതെല്ലാം വിളിച്ചു പറഞ്ഞിട്ടുണ്ടാകാം. ഇതൊക്കെ നിങ്ങൾക്ക് ഒത്തിരി വേദന നൽകിയിട്ടുണ്ടാകാം. അതായത് പറഞ്ഞ് ജയിക്കാൻ വേണ്ടിയിട്ട് അവർ ഏതറ്റം വരെ പോകുന്ന ഒരു ക്യാരക്ടറുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് കാണുന്നത്. പിന്നെ അത് കൂടാതെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മേ ബി അത് ഫ്രണ്ട്സ് ആയിരിക്കാം, കൊളീഗ്സ് ആയിരിക്കാം, ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് ഈ വ്യക്തി പോയതുമായിരിക്കാം. അപ്പോൾ മറ്റു റിലേഷൻഷിപ്പിലേക്ക് പോയ ആളുകളെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മറ്റു റിലേഷൻഷിപ്പിലേക്ക് ആയിട്ടുള്ള വ്യക്തികൾക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, മറ്റു റിലേഷൻഷിപ്പിലേക്ക് ഇവർ പോയി അവിടെ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതൊക്കെ കാണുമ്പോൾ നിങ്ങൾ അപ്പൊ അത്തരം കാര്യങ്ങൾ ആ ഒരു വേറെ റിലേഷൻഷിപ്പിലേക്ക് പോയതൊക്കെ ആയിരിക്കാം നിങ്ങളെ കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ളത്. ഇവരായിട്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയതാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ആരും നിർബന്ധിച്ചു കൊണ്ടുപോയതോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി പറഞ്ഞിട്ട് പോയതോ അങ്ങനെയൊന്നുമില്ല. ഇവരായിട്ട് സ്വന്തമായിട്ട് ഇറങ്ങിപ്പോയിട്ടുള്ളതാണ്. അപ്പൊ വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാക്കി നിങ്ങളെടുത്തുനിന്ന് വഴക്കും ബഹളവും ഒക്കെ ആയി പോയിട്ടുണ്ടാകാം. കുറച്ചു പേർക്ക് ഒന്നും പറയാതെ സൈലന്റ് ആയി അവർ മാറിയങ്ങ് പോയിട്ടുണ്ടാകും. അപ്പൊ എന്താണെങ്കിലും അത് അവരുടെ മാത്രം ഒരു തീരുമാനമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് റീഡിങ്ങിൽ നിന്ന്. അല്ലാതെ മൂന്നാമതൊരു ആള് വന്ന് അവരെ കൊണ്ടുപോയതൊന്നും അല്ല. ഓക്കെ, തേർഡ് പാർട്ടി എനർജിയിലേക്ക് ആകാം ചിലപ്പോൾ അവർ പോയത് എന്നത് സത്യം തന്നെയാണ്. അപ്പൊ നിങ്ങൾ അർഹിക്കുന്ന ഒരു പരിഗണനയോ ഒരു കെയറോ ഒന്നും തരാതെയാണ് അവർ പോയിട്ടുള്ളത് ഈ ഒരു തേർഡ് പാർട്ടിയിലേക്കോ അല്ലെങ്കിൽ ഏതോ സിറ്റുവേഷനിലേക്കോ. അപ്പൊ ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ നിങ്ങൾ വളരെയധികം വിഷമിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കത് താങ്ങാൻ പറ്റാത്തതിനും അപ്പുറത്ത് നിങ്ങൾക്ക് ട്രോമ കൊണ്ട് തരും എന്ന് അവർക്ക് നല്ല രീതിയിൽ അറിയാം. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ പോയത്. പക്ഷെ അത് മൈൻഡ് ചെയ്യാതെയാണ് അവർ പോയിട്ടുള്ളത്. കാരണം അതിലും വലിയ എന്തോ ഒന്ന് പിടിക്കാനാണ് അവർ പോയത്. അപ്പം എന്ത് കണ്ടു പോയതാണെങ്കിലും യാതൊരു കുറ്റബോധവും ഇല്ലാതെയാണ് അവർ ആ പോയ സമയത്ത് പോയിട്ടുള്ളത്. നിങ്ങളെക്കുറിച്ച് ഒരു കെയറും ചെയ്തിട്ടില്ല. റീസെന്റ് നടന്ന ഒരു സെപ്പറേഷൻ അല്ല ഇത് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കുറച്ചതും അധികം നാളുകളായിട്ട് നിങ്ങൾ സെപ്പറേഷനിലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അധികം നാളുകളായ ബ്രേക്കപ്പിലായിട്ട് കൂടിയും ഇപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ട്രോമ നിങ്ങൾ ചുമക്കുകയാണ്. നിങ്ങളുടെ മൈൻഡിനകത്ത് നിങ്ങൾ അത് ക്യാരി ചെയ്യുകയാണ്. അവരോട് ഇപ്പോഴും ഒരു സ്നേഹമുണ്ട്, ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് എന്നാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ ഇപ്പൊ പ്രസന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ഒരു കറണ്ട് ഫീലിങ്സ് നോക്കുകയാണെങ്കിൽ അവർക്ക് ഇപ്പോൾ നല്ല രീതിയിലൊരു ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. ആ ഒരു ഒട്ടും തൃപ്തിയല്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് അവരുള്ളത് എന്ന് കാണുന്നുണ്ട്.
അപ്പൊ ശരിക്കും ഇവിടെ എന്താ സംഭവിച്ചതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളോട് കാണിച്ച ആ ഒരു വിശ്വാസവഞ്ചന അവർക്കും തിരിച്ചു കിട്ടി. അപ്പൊ ഏറ്റവും അവർ ട്രസ്റ്റ് ചെയ്ത് പോയ ഒരു സിറ്റുവേഷൻ ആകട്ടെ, ഒരു പേഴ്സൺ ആകട്ടെ, എന്ത് തന്നെയായിരുന്നാലും ആ ഒരു സ്ഥലത്ത് നിന്ന് അവർക്ക് നല്ല രീതിയിൽ ഒരു പണി കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നായിരിക്കും അവർക്ക് പണി കിട്ടിയിട്ട് അവര്, അല്ലെങ്കിൽ അവര് നിങ്ങളെ വിട്ടിട്ട് വേറൊരു നല്ല ഹൈ ലെവൽ ഒരു സിറ്റുവേഷനിലേക്കാണ് പോയതെങ്കിൽ അതും ചിലപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. അതായിരിക്കാം ഇവിടെ അവർക്കൊരു നല്ല പണി കിട്ടിയതായിട്ട് കാണുന്നുണ്ട്. അപ്പം ഈ ഒരു സ്ഥലത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അവര് വളരെയധികം ആർഗ്യുമെന്റ്സ് നടത്തുന്നുണ്ട്, വഴക്കുകൾ ഉണ്ടാക്കുന്നുണ്ട്, ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങൾ ഇവിടെ കാണാനായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഇവരായിരിക്കുന്ന സിറ്റുവേഷനിൽ, കറണ്ട് സിറ്റുവേഷനിൽ. കാരണം ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെ സൈലന്റ് ആയിട്ട് അവിടെ നിന്ന് ഇതായി പോരുന്ന ഒരു വ്യക്തിയല്ല, അല്ലെങ്കിൽ പറഞ്ഞ സമയത്ത് തീർത്ത് പോരുന്ന ഒരു വ്യക്തിയല്ല. നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്ന, നല്ല രീതിയിൽ ഫയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങൾ ഒന്നിലൊന്നിന് വലുതായി വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത്. അപ്പൊ ഇവരുടെ ലൈഫിന് നാളെയാണെങ്കിൽ തന്നെ ഇവർക്ക് ഒരു ശരിക്കും ഒരു ദോഷമായി ഭവിച്ചേക്കാവുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് അവരിപ്പോ ട്രാപ്ഡ് ആയിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു പ്രശ്നങ്ങൾ വഷളായി അവർ അതിൽ ട്രാപ്പ് ആയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇവർക്ക് ശരിക്കും ഒരു സപ്പോർട്ട് വേണ്ടുന്ന ഒരു സമയമാണിത്. അവർക്ക് ഒത്തിരി സ്ട്രഗിളും പ്രശ്നങ്ങളും, നമുക്കിപ്പോ ലൈഫിൽ ഒത്തിരി സ്ട്രഗിളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോഴാണ് നമുക്കെന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇവർക്ക് ആരുമില്ല എന്ന് അവർ തിരിച്ചറിയാണ്. അവർക്കൊരു സപ്പോർട്ടിന് ആരുമില്ല. അപ്പൊ ശരിക്കും ഇവർക്കൊരു സപ്പോർട്ട് വേണ്ട ഒരു സമയം കൂടിയാണിത്. അപ്പൊ നിങ്ങളിലേക്ക് വന്നാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്നാണ് ഈ ഒരു സമയത്ത് അവർ വിചാരിക്കുന്നത്. അപ്പൊ ലൈഫിൽ തീർച്ചയായിട്ടും കൂടെ നിർത്തേണ്ടത് നിങ്ങളെ തന്നെയാണ് എന്നൊക്കെ ഈ ഒരു സമയത്ത് അവർ മനസ്സിലാക്കുന്നത്, റിയലൈസ് ചെയ്യുന്നുണ്ട്. ഒരു തിരിച്ചടി കിട്ടിയപ്പോഴാണ് നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഒരു ലോങ് ടൈം കമ്മിറ്റ്മെന്റ് നൽകാനാണ് ഇനി ശരിക്കും അവർ ആഗ്രഹിക്കുന്നത്. ഇനി ഇട്ടിട്ടൊന്നും പോകാതെ ഈ ഒരു എനിക്ക് പറ്റുന്നത് ഈ ഒരു വ്യക്തി തന്നെയാണ്, അതുകൊണ്ട് ഞാൻ ഈ ഒരു വ്യക്തിയിലേക്ക് തിരിച്ചു വന്ന് അവരെന്നെ എങ്ങനെയെങ്കിലും സ്വീകരിക്കുവാണെങ്കിൽ അത് കയറി ഒരു ലോങ് ടൈം കമ്മിറ്റ്മെന്റ് നൽകി അങ്ങനെ പോകാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അവരെ തിരിച്ചു വരും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു ഇവിടെ ഡെത്ത് കാർഡ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ന്യൂ ബിഗിനിങ് എന്തായാലും ഉണ്ടാകും. അപ്പൊ തീർച്ചയായിട്ടും ലൈഫിലേക്ക് ഒരു പ്രണയം കടന്നു വരുന്ന ഒരു പ്രകാശം കടന്നു വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് പകയില്ല എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട്. ചിലർക്കാണെങ്കിലും നമ്മളിങ്ങനെ പറ്റിച്ചിട്ട് ചതിച്ചിട്ട് വഞ്ചിച്ചിട്ടൊക്കെ പോകുന്ന കുറേ ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഭൂരിഭാഗം ആളുകൾക്കും ആ ഒരു പേഴ്സണോട് ഒരു ദേഷ്യമായിരിക്കും. എന്നെ ഇത്രയും ഒരു കറിവേപ്പിലായിട്ട് എടുത്ത് കളഞ്ഞിട്ട് പോയല്ലോ, ഇനി എനിക്കൊരു വാല്യൂ തരാതെ പോയ ഒരാളോട് ഒരു രീതിയിലുള്ള ഒരു ദേഷ്യമായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും. ഒരു രീതിയിലും അവർ ഗതി പിടിക്കരുത് എന്ന് ചിന്തിക്കുന്ന ആളുകളായിരിക്കും ഒരു ഭാഗം പേരും. പക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പ്, ഈ ഒരു റീഡിങ് റെസനേറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ, അതായത് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന പേഴ്സൺ, ആ ഒരു പേഴ്സൺ ഇപ്പോഴും ഈ ഒരു വ്യക്തിയോട് വളരെയധികം സ്നേഹമാണുള്ളത്. ഒരു പകയുമില്ല അവർക്ക്. കാരണം ആ രീതിയിലാണ് അവർ കാര്യങ്ങൾ എടുക്കുന്നത്. അതായത് ഇത് എൻ്റെ ഒരു ഫെയ്ത്ത് ആണ്, ഇതെൻ്റെ ഒരു വിധിയാണ്, ഈ ഒരു വിധിയിൽ ഞാൻ പോകേണ്ടതായിട്ടുണ്ട്, ഇതിൽ നിന്ന് പല പാഠങ്ങൾ പഠിക്കാനായിട്ട് എനിക്ക് യൂണിവേഴ്സ് തന്നൊരു അവസരമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ഈ ഒരു ഭയങ്കര ട്രോമയിലൂടെ കടന്നു പോയെങ്കിലും ഇപ്പോൾ വളരെയധികം ഒരു ഹീലിംഗ് ആയിട്ടുണ്ട് നിങ്ങളെന്നാണ് കാണുന്നത്. അപ്പം നിങ്ങളുടെ പാർട്ട്ണർ വരാനുള്ള ഒരു സമയമായിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. പിന്നെ ഈ ഒരു നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഒത്തിരി സഫർ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ആ ഒരു പെയിനൊക്കെ നിങ്ങൾ സഹിച്ചതിന് നിങ്ങൾക്കൊരു റിവാർഡ് എന്ന പോലെയാണ് ഈ ഒരു സ്നേഹം നിങ്ങളിലേക്ക് വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും നിങ്ങളുടെ സാഹചര്യങ്ങളിൽ നിങ്ങളുടെ സിറ്റുവേഷനൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്കേ അറിയാവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഡിസിഷൻ എടുക്കാം. ഈ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു റീഡിങ് കണ്ടിട്ട് ആരും ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നിൽക്കരുത്. അവരെ സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. അപ്പൊ എന്തായാലും ഇതാണ് ഇനി ഒരു ഫ്യൂച്ചറിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടക്കാനായിട്ട് പോകുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ്. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ഒരു റീഡിങ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് സോൾ മെസ്സേജസും കൂടി എടുത്ത് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ സോൾ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ സോൾ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെസ്സേജ് നോക്കുകയാണെങ്കിൽ ഐ ഹൈഡ് മൈ ഫീലിങ്സ് ഫോർ യു. ഓക്കെ, നിന്നോടുള്ള ഫീലിങ്സ് ഒക്കെ ഈ ഒരു സമയത്ത് ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നാണ് ഈ ഒരു പേഴ്സൺ പറയുന്നത്. ഐ സ്റ്റാർട്ട് മിസ്സിങ് യു ദ മൊമെന്റ് യു ലീവ്. ഓക്കെ,
അപ്പോൾ നിങ്ങൾ ഇവരെ വിട്ടുപോയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചിലപ്പോൾ ഇവരെ ചേസ് ചെയ്തിട്ടൊക്കെ ഉണ്ടാകാം. എന്നിട്ട് നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ചേസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾ പോയിട്ടുണ്ടാകും. ഇനി വേണ്ട, അവർ പൊക്കോട്ടെ എന്ന രീതിയിൽ. ആ ഒരു നിമിഷം മുതലാണ് ഇവർക്ക് നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങിയത് എന്നാണ് പറയുന്നത്. I feel empty without you. I am changing and learning some hard lessons right now. Okay. ഇപ്പൊ അവർ ഒത്തിരി ലെസൺസ് പഠിച്ചു, പല പല കാര്യങ്ങൾ അവർക്ക് പണി കിട്ടിയപ്പോൾ അവർ പഠിച്ചു എന്ന് നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. അതുകൊണ്ട് എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നു എന്ന് അവർ പറയുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളില്ലാതെ അവരിപ്പോൾ വളരെയധികം ശൂന്യത അനുഭവിക്കുന്നു എന്നും പറയുന്നുണ്ട്. ഓക്കെ. മൈ ലൈഫ് ഈസ് വർത്ത്ലെസ് വിത്തൗട്ട് യു. ഓക്കെ, അവർക്ക് ആ ഒരു കാര്യം തിരിച്ചറിവുണ്ടായിരിക്കുന്നു. നിങ്ങളില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫ് ഒരു വിലയും ഇല്ലാത്തതാണെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ പ്ലീസ് ഫോർഗീവ് മീ, ഐ ആം സോറി എന്ന് ഇവർ നിങ്ങളോട് പറയുന്നുണ്ട്. എന്നോട് ക്ഷമിക്കണമെന്ന് അവർ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, ഐ സ്റ്റിൽ റിമെമ്പർ ദ ഡേ വി മെറ്റ് ഫസ്റ്റ്. ഓക്കെ, ആ പഴയ കാലങ്ങളിലേക്കൊക്കെ അവർ വീണ്ടും പോവുകയാണ്. നിങ്ങളെ ആദ്യമായി കണ്ട ഒരു സമയമൊക്കെ ഇപ്പോഴും അവർ ഓർത്തെടുക്കുന്നു എന്നാണ് പറയുന്നത്. I did not realize earlier that this love is deep inside me. Okay, ഇത്രയും ഒരു കണക്ഷൻ ഉള്ള ഒരു ലവ് ആണ് ഇത് എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല മുൻപ് എന്ന് പറയുന്നു. I will call you soon. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു കോണ്ടാക്ട് കിട്ടാനായിട്ടുള്ള ഒരു ചാൻസ് ഇവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ എടുക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിംഗ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിംഗ്. പെയിന്റിങ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടാറ്റു ഓൺ നെക്ക്, കഴുത്തിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാകാൻ ചാൻസ് ഉണ്ട്. നമ്പർ 1 സെപ്റ്റംബർ മന്ത്. 1111 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ. നമ്പർ 25 ഏപ്രിൽ മന്ത്. ലെറ്റർ ബി. എറണാകുളം ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫിസിക്കൽ ഫിറ്റ്നസ് കിട്ടുന്നുണ്ട്. ലെറ്റർ ഐ കിട്ടുന്നുണ്ട്. 1981 എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. പെറ്റ് ലവേഴ്സ് ആകാനുള്ള ചാൻസ് ഉണ്ട്. 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നു. നമ്പർ 13 ഇവിടെ കിട്ടുന്നുണ്ട്. വൈറ്റ് ബട്ടർഫ്ലൈസ്. 1978 നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 24 കോട്ടയം ജില്ല. 1984 ടാറ്റു ആർട്ട്. 1988 ട്രൂ ലവ്. ഓക്കെ, ലെറ്റർ എഫ്. നമ്പർ 54 health issues. Number 34 charity. Childish. 2003 എന്ന് പറയുന്ന വർഷം കിട്ടുന്നു. 1991 നമ്പർ 50 1997 1989 639 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നുണ്ട്. കൈൻഡ്നസ്, വളരെ കൈൻഡ്നസ് ഉള്ളൊരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. 1979 letter S. Tea lover. Number 32 baker. സെക്കൻഡ് സ്റ്റഡ് ഇട്ടിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്, നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ. ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. 48 hours നിങ്ങളെ അവർ കോൾ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 29. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.